ഫ്രണ്ട്സേ തന്നെയാണേ. അപ്പൊ ഞാൻ കുളിച്ച് സുന്ദരിയായിട്ട് എവിടേക്കാ പോണെന്ന് അറിയോ? ഇന്ന് എൻ്റെ പ്രിയതമ ഫസീല എന്നെ വിളിച്ചിരിക്കുകയാണ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ടും. പിന്നെ പെരുന്നാളല്ലേ, അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവൾ എന്നെ വിളിച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇന്ന് ബിരിയാണി വെക്കാൻ വേണ്ടി ഞാൻ അരിയൊക്കെ മേടിച്ചു വെച്ചു. പക്ഷെ ഇന്ന് കടയിൽ പോയപ്പോൾ ചിക്കൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും പിന്നെ എന്താ പറയുക, ബിരിയാണി വെക്കൽ നടന്നില്ല. പിന്നെ എൻ്റെ മക്കൾ എല്ലാവരും എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയി, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിലാണ് അവൾ എന്നെ വിളിച്ചത്. അപ്പോൾ ഞാനിതാ അങ്ങോട്ട് പോകാൻ നിൽക്കട്ടെ. ഭയങ്കര സന്തോഷം ഫസീല നീ എന്നെ വിളിച്ചതിൽ. എന്നാലും ബാക്കി അവിടെ പോയിട്ട് വീഡിയോ കാണാം. ഫസീലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഫസീലൊന്നും തിരി. ഇത് മുബാറക്ക്. ഇതാ ഫസീലിന്റെ കുട്ടി അല്ലേ? അപ്പൊ എന്നാലും ഭയങ്കര സന്തോഷം അവള് നമ്മളെ ഇങ്ങോട്ട് ക്ഷണിച്ചതിന്. അപ്പൊ എല്ലാവർക്കും എന്റെയും ഫസീലിന്റെയും എൻ്റെ കുടുംബത്തിന്റെയും ഒക്കെ ഇത് മുബാറക്ക്. ഇതാ ഫസീലിന്റെ വീടെത്തി. ഫസീൽ ഇരിക്കുന്നത് വാടക വീട്ടിലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? അപ്പോൾ അവളുടെ ആദ്യത്തെ പെരുന്നാളാണ് ഈ വർഷത്തെ. അപ്പോൾ എന്തായാലും നന്നായിരിക്കട്ടെ. മക്കൾക്ക് അടച്ചുറപ്പുള്ളൊരു വീട് താൽക്കാലികപരമായിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും വാടകയ്ക്കാണ്. വാടക മാസം മാസം കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് അല്ലേ? ആദ്യത്തെ ബുദ്ധിമുട്ടല്ലേ? അപ്പം അങ്ങനെയൊക്കെയാണ്. എന്തായാലും സന്തോഷം. ഈ ഒരു സമയത്ത് എന്നെ ഓർത്ത് വിളിച്ചല്ലോ, അതന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. മൺചട്ടിയിലെ വെള്ളം, ബിരിയാണി, പായസം, ചിക്കൻ കറി, ചിക്കൻ വറുത്തത്, പിന്നെ അച്ചാറ് കഴിക്കുകയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും കഴിച്ചു എന്ന് വിചാരിക്കണം. അവര് നേരത്തെ കഴിച്ചു എന്ന് പറഞ്ഞു. എത്താൻ വൈകി. കമ്പനിക്ക് വായോ 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 കഴിച്ചോ. സൂപ്പർ സൂപ്പർ. നമ്മുടെ ഒരു കുടപ്പക്ക് വന്നിട്ടുണ്ട്. ഞാൻ പോവാണ് കേട്ടോ. ചായക്ക് കുടിച്ച് പോലെ ഇതെന്നെ സന്തോഷമാണ്, മനസ്സിലായ? ഭക്ഷണം തന്നു, വയറ് നിറഞ്ഞു. കുറച്ചു നേരം നിന്റെ കൂടെ വന്ന് ഇരിക്കണം എന്നൊക്കെ എനിക്കൊരു ആഗ്രഹമായിരുന്നു. പിന്നെ കൂടപ്പുറപ്പിൽ ഉണ്ടോ ചോദിച്ചാൽ കൂടപ്പുറപ്പുകളുണ്ട്. പക്ഷെ ഒന്നിനും നമുക്ക് ആവശ്യത്തിനുണ്ടോ ചോദിച്ചാൽ ആവശ്യത്തിനില്ല. ഒരാൾ വിളിച്ചിട്ട് എന്താണ് ഭക്ഷണം കഴിച്ചാ, നീ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കണ്ടെന്ന് ചോദിക്കണമെങ്കിൽ കൂടപ്പുറപ്പുകളോ ബന്ധുക്കാരൊന്നും അത്രയേ ഉള്ളൂ. അപ്പൊ നീ വന്നു, ഞാൻ വന്നു നിന്റെ അടുത്തേക്ക്, നീ എനിക്ക് ഭക്ഷണം തന്നു. ഭക്ഷണം തന്നോണ്ടല്ല, സ്നേഹമാണ്, ആ ബന്ധമാണ് എപ്പോഴും നമുക്ക് നിലനിർത്തേണ്ടത്. എന്തായാലും അപ്പൊ ശരി കേട്ടോ. ബൈ. ശരി.